ഗെയ്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ദൃശ്യം 3 എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഒരു റിവ്യൂ നോക്കിയിരിക്കരുത്. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം പലർക്കും പല അഭിപ്രായമായിരിക്കും. ഇപ്പോൾ കുറേ പേരെന്ന് പറയും അലമ്പ് പടമായിരിക്കും, കൂതറ പടമായിരിക്കും. അതൊന്നുമല്ല, പടം ഗംഭീരമാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. തിയേറ്ററിൽ അമ്മാതിരി സെലിബ്രേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതും പ്രമാണിച്ച് ഫസ്റ്റ് ചെയ്യുന്ന സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറേ ഫാൻ മെയ്ഡ് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമ്മൾ നല്ല ത്രില്ലായി എൻഗേജ് ആയിരിക്കുന്ന സമയത്ത് ജോർജ് കുട്ടി ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത പടമാണ്. എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ, പല പ്രമുഖ റിവ്യൂസും വന്നിരുന്നിട്ടും പലതും പറയാം, അതൊന്നും വിശ്വസിക്കരുത്. ഈ പടം നിങ്ങൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ഗംഭീര പടമാണ്. ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ള ഒരു കുറേ സീനുണ്ട്, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഈ സിനിമ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ജോർജ് കുട്ടിയുടെ ജോർജ് കുട്ടിയുടെ ആ പെയിൻ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്കധികം ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ്. പിന്നെ കുറേ സ്പോയിലേഴ്സ് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ അടിച്ചിടാൻ നോക്കും. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴും കുറേ എണ്ണം വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോകും. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ നോക്കിയത്. അത്രയും ബുദ്ധിമുട്ടാണ് ടിക്കറ്റ് ഒപ്പിച്ചത്. 8 മണിക്ക് ഞാൻ ഷോ കണ്ട് തീർത്തു. ഞാനിവിടെ ആറ്റിങ്ങിലാണ് പോയി കണ്ടത്. ഗംഭീര പടം എന്ന് വെച്ചാൽ ഗംഭീര പടമാണ്. നിങ്ങൾ ആരുടെ റിവ്യൂ കാത്തിരിക്കരുത്. പറ്റുമെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ കാണാൻ നോക്കുക. അത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെയൊക്കെ ഈ സ്പോയിലറൊന്നും കണ്ടുപോയി നിങ്ങൾക്ക് ആ ഒരു വാവ് ഫാക്ടർ കിട്ടില്ല. ഈ ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ഇത് ഗംഭീര പടമാണ്. നിങ്ങളിത് മിസ് ചെയ്ത്, അതായത് ആരുടെയെങ്കിലും വാക്കും കേട്ട് നിങ്ങൾ കാണാതിരുന്നാൽ നിങ്ങൾ മിസ് ചെയ്യുന്നത് ഒരു മാസ്റ്റർ ക്ലാസ് സിനിമയായിരിക്കും. ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ക്ലാസിക് ക്രിമിനലിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ്. എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ മസ്റ്റ് തിയേറ്ററിൽ കാണണം. ജിത്തു ജോസഫ് സാറിൻ്റെ ഗംഭീര പടമാണ്. പുള്ളിക്കാരൻ്റെ കുറച്ച് നാളിന് ശേഷം പുള്ളിക്കാരൻ കുറച്ച് ഡൗൺ ആയി നിന്നു. പക്ഷേ ഈ സിനിമയുടെ പുള്ളിക്കാരൻ കയറി വരും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇതൊരു മികച്ച സിനിമയാണ്. ഞാൻ എൻ്റെ അത്രയ്ക്കത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരു റിവ്യൂസോ ഒന്നും നോക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുന്നത് ഒരു ഗംഭീര പടമാണ്. ഇത് മിസ് ചെയ്താൽ നിങ്ങൾ പിന്നെ ഈ റിവ്യൂസ് പറയുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. റിവ്യൂസ് പറയുന്നതിന് കേട്ട് നിങ്ങൾ വെറുതെ ഈ സിനിമ കാണാതിരിക്കരുത്. ഒരു ഗംഭീര പടമാണ്. എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ കാണാൻ നോക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ റീലും വീഡിയോസൊക്കെ വരും. അതൊക്കെ മാക്സിമം നിങ്ങൾ കാണാതിരിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ബൈ.